ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലത്തെ വിശേഷമാണ്. ഈ കാശിക്കുട്ട എല്ലാവരും കൂടെ റെഡിയാക്കുവാണ് കേട്ടോ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകാനായിട്ട്. സമയം ഇപ്പം ഒരു 6:45 ആവും കേട്ടോ. ഓരോരുത്തരായിട്ട് എണീച്ച് 5 മണി മുതലേ തുടങ്ങിയ തയ്യാറെടുപ്പുകളാണ്. നമ്മളിപ്പോൾ ഇതാ ഇനി അമ്പലത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അമ്പലത്തിൻ്റെ പുറകുവശത്തുള്ളൊരു ഹോട്ടൽ റൂമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രം നടന്നാൽ മതി കേട്ടോ നമുക്ക് അമ്പലത്തിലേക്ക് എത്താനായിട്ട്. നമുക്ക് എക്സാക്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നമ്മളിനി പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ. രാത്രി വന്നതുകൊണ്ട് എല്ലാം അവ്യക്തമായിട്ടുള്ള ഒരു രൂപമാണ് കേട്ടോ. ഞാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ റെഡി ആയിട്ടാണ് കേട്ടോ ഇവരെയൊക്കെ വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നു. കിച്ചുവേനാണെങ്കിൽ ഉറക്കം ശരിയാകാത്തതിൻ്റെ ഒരിത് മുഖത്ത് പ്രത്യേകിച്ച് കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ റൂമൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങുവാണ്. ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ റൂമുകളും ഉണ്ട് കേട്ടോ. ചെറിയ റെൻറ്റിനായിട്ട് നമ്മൾ 1 ഡേ റെൻറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ 3 പേർക്ക് മാത്രമേ ലിഫ്റ്റിൽ കയറാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ 3 പേരായിട്ട് ലിഫ്റ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങുവാണേ. എല്ലാവർക്കും ഒരുമാതിരി ഉറക്കച്ചടവൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ലാസ്റ്റ് നൈറ്റ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും രാത്രി 2-2:30 ആയി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉറക്കമൊക്കെ വളരെ കുറവായിരുന്നു. എന്നാലും നല്ല ക്ഷീണിച്ച ഉള്ള ഉറക്കമായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഒരു ഉറക്കച്ചടവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ 11 വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു അമ്പലനടയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാരംഭം കാരണമാവുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ പൂവൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഗോകുൽ എനിക്ക് കുറച്ച് പൂവ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു തട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പട്ടും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ സൈഡിലായിട്ട് കുറേ ആൾക്കാരിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പം തന്നെ നല്ലൊരു നേരം വെളുത്തൊരു ഫീലാണ് കേട്ടോ. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ആ മലയുടെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ നല്ല രീതിക്ക് സൂര്യപ്രകാശം ഇങ്ങനെ അരിച്ചിറങ്ങുന്ന പോലാണ്. എന്തോ എനിക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. ഈ ഒരു വഴി നമ്മളിങ്ങനെ ദർശനത്തിനായിട്ട് നടന്നു പോകണം. നമ്മൾ രാവിലെയാണ് ഇറങ്ങിയത് കൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ നിന്നേ ക്യൂ നിന്നൊക്കെ ആണ് കേട്ടോ നല്ല പീക്കായിട്ടുള്ള ടൈമിലൊക്കെ ആളുകൾ പോകുന്നത്. ഞാൻ ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞ അറിവും ഒക്കെ എനിക്കുണ്ട് കേട്ടോ. ആ ഒരു ഇതിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് കയറും തോറും സങ്കടമാണോ സന്തോഷമാണോ വരുന്നതെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ചെറിയ രീതിക്ക് എനിക്ക് നല്ലൊരു വിഷമമോ കണ്ണീരോ ഒക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയൻ കോളേജിൽ 2nd ഇയർ പഠിക്കുന്ന ടൈമിൽ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ എടുത്തതാണ്. പക്ഷേ അന്നത് ക്യാൻസലായി പോയിട്ടോ. അപ്പോൾ ഭയങ്കര വിഷമം. അന്നൊക്കെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. 1 മാസം മുമ്പേ ഒക്കെ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ അന്ന് അനുഭവിച്ച വിഷമത്തിനൊക്കെ ഉള്ളൊരു മറുപടിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ടൊക്കെ ആണ് കേട്ടോ കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ദീപാരാധനയൊക്കെ ആയ ടൈമിൽ കുറേ നേരം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂറോളം ഞങ്ങളിങ്ങനെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാശിക്കുട്ടനായപ്പോഴത്തേക്ക് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഇത്തിരി നിർബന്ധമൊക്കെ തുടങ്ങി കേട്ടോ. എൻ്റെ കയ്യിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ടൈം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അകത്തോട്ട് കയറുന്നത് ദീപാരാധന കാണാനാണ് കേട്ടോ. അതും എനിക്ക് ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വിദ്യാരംഭത്തിനുള്ള റെസിപ്റ്റൊക്കെ എഴുതിയിട്ട് നേരെ സരസ്വതി മണ്ഡപത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. 200 രൂപയാണ് കേട്ടോ നമുക്ക് ചാർജ് ആയിട്ടുണ്ടായിരുന്നത് വിദ്യാരംഭത്തിന് റെസിപ്റ്റ് എഴുതിക്കാനായിട്ട്. കുഞ്ഞിൻ്റെ നാളും പേരും പറഞ്ഞ് റെസിപ്റ്റ് എഴുതിക്കുമായിരുന്നു കേട്ടോ. ആ റെസിപ്റ്റ് അവിടെയുള്ള ഒരു പോറ്റിയുടെയിൽ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഇനി എല്ലാം നിങ്ങൾക്ക് അവിടെ നടന്ന് എങ്ങനെയാണോ അങ്ങനെ തന്നെ കേൾക്കാട്ടോ. ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല. കുഞ്ഞിനെയും കൊണ്ട് സരസ്വതി മണ്ഡപത്തിലേക്ക് ഇരിക്കുന്ന ടൈമിലായിട്ട് അകത്ത് നാദസ്വരമൊക്കെ നല്ലതായിട്ട് മുഴങ്ങുന്നുണ്ടേ. ബാക്കിയെല്ലാം വീഡിയോയിൽ കാണാനേ. ಪ್ರಾರ್ಥನೆ ചെയ്തോളൂ. പ്രാർത്ഥിക്കണം എല്ലാവരും. മൂകാംബിക സന്നിധാനത്തിൽ വിദ്യാരംഭ സരസ്വതി പൂജ ചെയ്യാനുണ്ട്. സദ്വിദ്യ സദ്ബുദ്ധി മൂകാംബിക ദേവി അനുഗ്രഹ സരസ്വതി ദേവി അനുഗ്രഹം ഇരിക്കണമെന്നിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. തദേവ ലഗ്നം സുദിനം തദേവ താരാബലം ചന്ദ്രബലം തദേവ വിദ്യാബലം ദൈവബലം തദേവ ലക്ഷ്മീപദേ തേന്ദ്രയോഗം സ്മരാമി. ക്ഷേത്രാധീശ്വരി ശ്രീ മൂകാംബികായൈ നമഃ. ഇതിന്റെ പേര് സദ്വിദ്യാ സദ്ബുദ്ധി മൂകാംബികാ സന്നിധോ വിദ്യാരംഭ സരസ്വതി പൂജാ ആരാധനം ച കരിഷ്യേ. ഗുരു ഗണപതി പ്രാർത്ഥന പെണ്ണുങ്കല്ല പ്രാർത്ഥിക്കണമല്ലോ. ഗുരു ഗണപതി പ്രാർത്ഥന ചെയ്തോളൂ. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ കോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഞാൻ പറഞ്ഞ പോലെ പറയണോ.
മാതിരി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ പോലെ പറയണല്ല. പറഞ്ഞോളൂ. എനിക്ക് കേൾക്കണം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ അവിദ്യാ മൂലനാശിന്യൈ വിദ്യാ അവയവ മൂർത്തയേ സർവവിദ്യാ പ്രദായിന്യൈ മൂകാംബായൈ നമോ നമഃ. ഇതെല്ലാം കയ്യിൽ കൊടുത്തോളൂ. ഇത് പിടിക്കോ പോലെ കൈ പിടിച്ചിട്ട് എഴുതിക്കണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം എഴുതിക്കണം. ഓം ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഗണപതയേ നമഃ. ഗണപതയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ मिठाई मिठाई तरुवा ओके അറിയാം വന്നു ഇത്രയൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ചടങ്ങ് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ദേവി എഴുന്നള്ളുന്നതാണ് കേട്ടോ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പോലും എനിക്കതിൻ്റെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്കും ബ്ലെസ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കാശി വാശി പിടിക്കും കരയും എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഹാപ്പി ആയിട്ട് പറയുന്നതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു.
എന്തോ എല്ലാം നല്ല രീതിക്ക് സഹകരിച്ചു എന്നെനിക്ക് അപ്പം തോന്നി കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. വിദ്യാരംഭം കഴിഞ്ഞ ഉടനെ അവിടെ നേരെ പോയി നമസ്കരിക്കാൻ പോറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാശിയിൽ ഞങ്ങൾ കൊണ്ടുപോയി നമസ്കരിച്ചു. ആ ഒരു സമയത്താണ് കേട്ടോ രഥത്തിൽ ദേവി എഴുന്നള്ളി വരുന്നുണ്ടായിരുന്നേ. അവിടെ എന്തൊക്കെയോ കുറേ പൂജകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്കതിൻ്റെ വിവരം കൂടുതൽ അറിയത്തില്ല, മൊത്തം വിശദാംശം ഒന്നും അറിയത്തില്ല. എന്തുവാന്ന് വെച്ചാൽ അവിടെ തേങ്ങയൊക്കെ ഇങ്ങനെ ആളുകൾ ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം സ്പീഡിന് രഥം ഇങ്ങനെ അമ്പലം ചുറ്റി കൊണ്ടുപോകാമായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്ക് ഉണ്ടായിരുന്നു. രാവിലെ ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 8:30 9 മണിയൊക്കെ ആയി കേട്ടോ. നമ്മൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും തൊഴുതൊക്കെ ഇറങ്ങി 9 അരയോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളത് എന്തോ എനിക്ക് അത്രയ്ക്കും ഞാനിങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നത് കൊണ്ടായിരിക്കാം എനിക്കിതൊക്കെ ഭാഗ്യമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ എനിക്കിതെല്ലാം അവിടെ നിൽക്കുന്ന നിമിഷം തന്നെ കാണാൻ പറ്റി എന്നുള്ളത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അമ്മ വിളിച്ചാൽ മാത്രം പോകാൻ പറ്റുന്നൊരു സ്ഥലമാണെന്ന് കൂടുതലും എനിക്ക് മനസ്സിലാക്കി തന്നൊരു ക്ഷേത്രമാണ് കേട്ടോ. ഓരോ ടൈമും നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുമ്പോഴും ഓരോ മുടക്കങ്ങൾ വന്നിട്ടുണ്ടേ. പിന്നെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ രഥം ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ലോക്ക്ഡാണ്. നമ്മളങ്ങനെ പുറത്ത് പോയി ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ ഇവിടെ ഇങ്ങനെ ആളുകൾ ഇറങ്ങുന്നത് അവരവരുടെ അർച്ചന ചെയ്തിട്ടാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകത തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ അർച്ചന ചെയ്യുന്നത്. പേരും നാളും പറഞ്ഞ് പോറ്റി പറയുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ പറയുന്നത്. ദർശനവും വിദ്യാരംഭവും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കാശി ഇങ്ങനെ കളിപ്പാട്ടക്കട കണ്ടിട്ട് ഇങ്ങനെ അവനൊരു ബസ് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുന്നതാണ് കേട്ടോ. പിന്നെ അധികം നമ്മൾ മുഷിപ്പിക്കാതെ ചോദിച്ച് വലിയ ആഗ്രഹമൊന്നും അല്ലല്ലോ, കുഞ്ഞു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് അതങ്ങ് നടത്തി കൊടുത്തു കേട്ടോ. ഇത്രയും നല്ല കുട്ടിയായിട്ടൊക്കെ കാശിക്കുട്ടി ഇരുന്നില്ലേ എന്നൊക്കെ ഒപ്പം മനസ്സിലിങ്ങനെ തോന്നിയേ. ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിക്കണം. ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ക്ഷീണമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അവിടെ കുറേ ഇതേണക്കുള്ള കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ കാണുന്നത് ഗണപതിയുടെ ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഷോപ്പുകൾ കുറേ. അങ്ങോട്ടുള്ള നടത്തയാണ്. ഇനിയിപ്പോൾ കുടജാദ്രിയിലൊന്ന് പോകണം കേട്ടോ. അത് ഒരാഗ്രഹമാണ് കുറേ വർഷങ്ങളായിട്ട്. നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഓരോ റെസ്റ്റോറൻറ്റിലേക്ക് കയറി കേട്ടോ. സന്നിധാനം എന്നായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ പേടിച്ചാണ് കേട്ടോ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാറ്. കാരണം പുറത്തോട്ടുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ എത്തരത്തിലുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് വയറ് കേടാവുമോ അങ്ങനെയൊക്കെ നമ്മൾ കഴിവതും നമ്മൾ ഫുഡൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കുവാണ് കേട്ടോ. ഞാൻ പൂരി മസാല ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു വടയും കൂടെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ ഓർഡറൊക്കെ എടുക്കാൻ വരുന്നൊരു ചേട്ടനുണ്ടായിരുന്നു കേട്ടോ. പുള്ളി നല്ല സർവീസായിരുന്നു. നല്ല എപ്പോഴും നമ്മളിങ്ങനെ അത്രയും തിരക്കിൻ്റെ ഇടയിലും പുള്ളിക്കാരൻ അതെല്ലാം മാനേജ് ചെയ്യുന്നുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ആദ്യം വന്നത്. അപ്പോൾ തന്നെ എല്ലാവരും വിശന്നിരുന്നുകൊണ്ട് കുറേശ്ശെ അതിൽ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദോശയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം നമുക്ക് കുടജാദ്രി പോകണം. അത് ഞാൻ അടുത്തൊരു വ്ളോഗായിട്ട് ഇടാം കേട്ടോ. കാരണം നമ്മളിത് ഫുൾ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽസും വിദ്യാരംഭവും മാത്രമാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. കാരണം എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലിട്ട് കാണുന്നവരെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി അടുത്തത് കുടജാദ്രി പോകുന്ന വീഡിയോ ഒരൊറ്റ വ്ളോഗായിട്ട് ഇടാം കേട്ടോ. അതും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പം എത്രയും വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചിട്ട് അത് എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാരംഭത്തിന് തന്നെ നടന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതും നടക്കുമെന്ന് ഭയങ്കര പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ UAE നിന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വളരെ റിസ്ക് കഴിച്ച ഒരു ഫീലാണ് കേട്ടോ. എന്നാലും എൻ്റെ നമ്മൾ ഭയങ്കര അധികം ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. രണ്ടമ്മമാരും ഒരുപോലെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത്, നമ്മുടെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത്, അതൊക്കെ എനിക്കെന്തോ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ ഫ്രണ്ട്. ആദ്യം കയറിയപ്പോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിതാ കുടജാദ്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ റൂമിൽ പോകണം, ചേഞ്ച് ചെയ്യണം, കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം. കാരണം റെസ്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മളൊരു ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നേരെ റൂമിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗ് കാണാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഷോർട്സാണ് കൂടുതൽ എല്ലാവരും കാണുന്നത്. ലോങ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്.